എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ശാലോം ടി വിയുടെ ഹെവൻലി മെലഡീസിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുക. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുക ഏറെ പ്രിയപ്പെട്ട അനുഗ്രഹീത ഗായകനായിട്ടുള്ള പ്രിൻസ് പരത്തിനാലച്ചനാണ്. നമുക്കറിയാമല്ലോ, പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾ ഗാനരൂപയാണെങ്കിൽ അത് ഈശ്വര അടുക്കിലേക്ക് എത്തിച്ചേരുക അത്ര സുന്ദരമാണ്. പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛനെ പറ്റി പറയാൻ നേരത്ത് ഇതിനോടകം തന്നെ അത്രമേൽ സുന്ദരമായ ഗാനങ്ങൾ അച്ഛൻ്റെ സുന്ദര ശബ്ദത്തിൽ അച്ഛൻ ആലപിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഗാനങ്ങൾ അച്ഛൻ എഴുതിയിട്ടുണ്ട്. ഏറെ ഗാനങ്ങൾക്ക് വളരെ സുന്ദരമായിട്ടുള്ള സംഗീതം നൽകിയിട്ടുണ്ട്. സീമൈ സഭയുടെ കാർമൽ പ്രൊവിൻസിലെ ഒരു പ്രിയപ്പെട്ട അച്ഛനാണ്. പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛ, ഒത്തിരി സ്നേഹത്തോടെ ശാലോം ടി വിയുടെ ഹെവൻലി മെലഡീസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് അച്ഛൻ്റെ സുന്ദരമായ ഒരു ശബ്ദത്തിലൂടെ ഒരു മനോഹര ഗാനം കേട്ടുകൊണ്ടാകും. അച്ഛാ, സ്വാഗതം. തീർച്ചയായും അച്ഛാ. ഈ ഒരു ഗാനം ഏകദേശം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ നമ്മുടെ ധർമ്മരാമിലുള്ള ഫാദർ ജോയി ഫിലിപ്പ് കാക്കനാട്ട് അച്ഛൻ്റെ പ്രിയപ്പെട്ട ജോയി അച്ഛൻ, അച്ഛൻ ഈ ലിറിക്സ് എനിക്ക് തന്നപ്പോൾ തന്നെ ലിറിക്സ് മനോഹരമായ ലിറിക്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ചില ലിറിക്സ് നമുക്ക് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു സംഗീതം ഈണം കൊടുക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു ട്യൂൺ അങ്ങ് വരും. അങ്ങനെ ഒരു ട്യൂണാണ് എനിക്ക് വന്നത്. അത് ആരാധനയ്ക്കൊക്കെ പാടുന്നൊരു പാട്ടാണ്. തുറന്ന സക്രാരി മുന്നിൽ നിറമിഴികളുമായി ഏകനായി നിശബ്ദനായി നിരാശനായി ഇരുന്ന നേരം ദിവ്യകാരുണ്യമാമീശോയുള്ളിൽ ഓടിയണഞ്ഞെന്നെ തഴുകിയല്ലോ. ദിവ്യകാരുണ്യമാമീശോയുള്ളിൽ ഓടിയണഞ്ഞെന്നെ തഴുകിയല്ലോ. ആരാധന യേശുവേ, സ്തുതിയും പുകഴ്ചയും അങ്ങേക്ക്. ആരാധന യേശുവേ, എല്ലാ മഹത്വവും അങ്ങേക്ക്. ആരാധന യേശുവേ, സ്തുതിയും പുകഴ്ചയും അങ്ങേക്ക്. ആരാധന യേശുവേ, എല്ലാ മഹത്വവും അങ്ങേക്ക്. ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്ന നേരം ഇരുളിൽ വെളിച്ചമായി തെളിഞ്ഞവൻ നീ. ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്ന നേരം ഇരുളിൽ വെളിച്ചമായി തെളിഞ്ഞവൻ നീ. സത്യവും മിഥ്യയുമുള്ളിൽ പോർക്കളം തീർത്തപ്പോൾ സത്യസ്വരൂപനായി നീ വിരിഞ്ഞു. സത്യവും മിഥ്യയുമുള്ളിൽ പോർക്കളം തീർത്തപ്പോൾ സത്യസ്വരൂപനായി നീ വിരിഞ്ഞു. ജ്യോതിസ്വരൂപനായി നീ തെളിഞ്ഞു. ആരാധന യേശുവേ,
സ്തുതിയും പുകഴ്ചയും അങ്ങേക്ക്. ആരാധന യേശുവേ, എല്ലാ മഹത്വവും അങ്ങേക്ക്. ആരാധന യേശുവേ, സ്തുതിയും പുകഴ്ചയും അങ്ങേക്ക്. ആരാധന യേശുവേ, എല്ലാ മഹത്വവും അങ്ങേക്ക്. മകനേ എന്നെ വിളിച്ചിടും നേരം എന്നിലെ സ്നേഹത്തിൻ കുറവറിഞ്ഞോ. മകനേ എന്നെ വിളിച്ചിടും നേരം എന്നിലെ സ്നേഹത്തിൻ കുറവറിഞ്ഞോ. തിരുഭവനത്തിൻ്റെ സ്നേഹമുപേക്ഷിച്ച് അകലേക്കകന്നു ഞാൻ പോയി നാഥ. തിരുഭവനത്തിൻ്റെ സ്നേഹമുപേക്ഷിച്ച് അകലേക്കകന്നു ഞാൻ പോയി നാഥ. മകനായി വീണ്ടും എന്നെ സ്വീകരിക്കൂ. തുറന്ന സക്രാരി മുന്നിൽ നിറമിഴികളുമായി ഏകനായി നിശബ്ദനായി നിരാശനായി ഇരുന്ന നേരം ദിവ്യകാരുണ്യമാമീശോയുള്ളിൽ ഓടിയണഞ്ഞെന്നെ തഴുകിയല്ലോ. ദിവ്യകാരുണ്യമാമീശോയുള്ളിൽ ഓടിയണഞ്ഞെന്നെ തഴുകിയല്ലോ. ആരാധന യേശുവേ, സ്തുതിയും പുകഴ്ചയും അങ്ങേക്ക്. ആരാധന യേശുവേ, എല്ലാ മഹത്വവും അങ്ങേക്ക്. ആരാധന യേശുവേ, സ്തുതിയും പുകഴ്ചയും അങ്ങേക്ക്. ആരാധന യേശുവേ, എല്ലാ മഹത്വവും അങ്ങേക്ക്. ഫ്രണ്ട്സ്, തുടക്കം തന്നെ എപ്പിസോഡിൽ ഒരു സുന്ദരമായൊരു ഗാനമാണ് അച്ഛൻ ആലപിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ സുന്ദരമായ ശബ്ദത്തിൽ ആ ഗാനം കേട്ടപ്പോൾ കാതുകൾക്ക് ഹൃദയത്തിനൊക്കെ ഒരു വല്ലാത്തൊരു സന്തോഷം, ഒരു ആത്മീയ സന്തോഷം. പ്രത്യേകിച്ച് ഈ ഗാനത്തിൻ്റെ സുന്ദരമായ വരികൾ എഴുതിയ പ്രിയപ്പെട്ട ഞങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ജോയി അച്ഛൻ, ജോയി കാക്കനാട് അച്ഛൻ, ഇതിനോടൊപ്പം തന്നെ ഒത്തിരി ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഒത്തിരി ഗാനങ്ങൾ. ഈ പാട്ട് തന്നെയാണെങ്കിൽ ആരാധനാ വേളയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ കോറസ് ഇങ്ങനെ നൈറ്റ് വിജിലിൻ്റെ ഒക്കെ സമയത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു കോറസാണ്. അങ്ങനെ പാടിയിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. വളരെ ജോയിച്ചനും വളരെ ജോയിച്ചനാണ്. ഞാൻ ധർമാരാമിൽ ബ്രദർ ആയിരുന്ന സമയത്ത് നമ്മളറിയാലോ, നമ്മൾ അന്നൊക്കെ അങ്ങനെ പാട്ടുകാരനൊന്നും അല്ല. പക്ഷെ നമ്മുടെ ഉള്ളിലെ പാട്ടുകാരനെ കണ്ടെത്തി ആദ്യമായിട്ട് ബ്രദർ ആയിരുന്ന സമയത്ത് തന്നെ നമ്മളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കാസറ്റിൽ നമ്മളെ കൊണ്ട് പാടിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ആൽബത്തിൽ പാട്ട് പാടുന്നത്. അതിനുശേഷമാണ് പിന്നീട് നമ്മൾ പല പാട്ടുകളൊക്കെ പാടാനായിട്ട്. അതൊരു നല്ല തുടക്കമായിരുന്നു.
ആ കാലഘട്ടങ്ങളിൽ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ഒപ്പം ആയിരിക്കുക പ്രിയ ബഹുമാനപ്പെട്ട പ്രിൻസ് പരത്തനാൽ CMA അച്ഛനാണ്. അത് എനിക്ക് ഏറെ സന്തോഷം എന്ന് പറയാൻ കാരണം അഭിമാനത്തോടെ ഞാൻ അച്ഛനൊപ്പം ഇരിക്കുന്നത്. എൻ്റെ ബാച്ചുകാരൻ അച്ഛനാണെന്ന് എനിക്ക് അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയാൻ പറ്റുന്നത്. ഞങ്ങൾ തിയോളജി ഒക്കെ ഒരുമിച്ച് പട്ടം എടുത്തവരാണ്, പട്ടം സ്വീകരിച്ചവർ, ഒരേ വർഷം പട്ടം സ്വീകരിച്ച ഒരുമിച്ച് പഠിച്ചവരാണ്, അടുത്തടുത്ത മുറികളിലുള്ളവരാണ്, അത്രമേൽ സൗഹൃദമുണ്ടായിരുന്നവരാണ്. എന്നെ അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഞങ്ങളുടെ ബാച്ചിലെ ഏറ്റവും ദി ബെസ്റ്റ് സിംഗർ, അതുമാത്രമല്ല ആ സമയത്ത് ധർമാരം കോളേജിലാണ് ഞങ്ങൾ തിയോളജി പഠിക്കുന്നത്. അവിടുത്തെ കൊയർ മാസ്റ്റർ അച്ഛൻ കണ്ടക്ട് ചെയ്ത പ്രോഗ്രാംസുകൾ, ഗാനമേളകൾ ഒക്കെ വളരെ സുന്ദരമാണ്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് പറയണം. എനിക്ക് അങ്ങനെ കൂടുതൽ നമുക്ക് അച്ഛനെ ഒന്ന് പരിചയപ്പെടേണ്ട കാര്യമുണ്ട്. നമുക്ക് അച്ഛൻ്റെ വീടിനെ പറ്റി, ഇടവകയെ പറ്റി ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം അച്ഛൻ. ഞാൻ ബേസിക്കലി ഇടുക്കിക്കാരനാണ്. നമുക്കറിയാലോ, ഇടുക്കി ചക്കയുടെയും മാങ്ങയുടെയും മഞ്ഞളിൻ്റെയും ഒക്കെ മണമുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എൻ്റെ അപ്പനൊരു അധ്യാപകനായിരുന്നു. അപ്പോൾ ഇടുക്കിയിലാണ് അപ്പം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞങ്ങൾ ട്രാൻസ്ഫർ ആയിട്ട് തൊടുപുഴയ്ക്ക് വന്നപ്പോൾ ഞങ്ങൾ തൊടുപുഴയിലാണ് ഇപ്പോൾ സെറ്റിൽഡ് ആയിട്ട് ഇരിക്കുന്നത്. ഇടവക ഏതാ? എൻ്റെ ഇടവക കോടിക്കുളം എന്ന് പറയും. തൊടുപുഴയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ അകലെ കോടിക്കുളം, കിഴക്കേ കോടിക്കുളം എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ് എൻ്റെ ഇടവക. പിന്നെ എൻ്റെ അപ്പൻ 2015 ഞങ്ങൾ വിട്ടുപോയി. എൻ്റെ അപ്പനാണ് സംഗീതത്തിൻ്റെ ഗുരു, ആദ്യത്തെ ഗുരു എന്ന് പറയുന്ന എൻ്റെ അപ്പനാണ്. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ഫാമിലിയിൽ അങ്ങനെ ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അവർ രണ്ടുപേരും പാട്ടുകാരായിരുന്നു. പ്രൊഫഷണൽ സിംഗേഴ്സൊന്നുമല്ല, പക്ഷേ ഒരു പാട്ട് ആസ്വദിക്കാനും അത് ഏത് പാട്ട് കേട്ടാലും അത് റീപ്രൊഡ്യൂസ് ചെയ്യാനും ഉള്ളൊരു കപ്പാസിറ്റി അവർക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പപ്പ, അമ്മച്ചിയുടെ ഫാമിലിയിൽ നന്നായിട്ട് പാട്ട് പാടുന്നവരുണ്ട്. അപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടായിരുന്നു. എൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ നോബിൾ ജോസഫ് നല്ല ശബ്ദത്തിൻ്റെ ഉടമയാണ്. നിങ്ങൾ മക്കളെ പറ്റിയൊക്കെ? ഞങ്ങൾ 4 മക്കളാണ് വീട്ടില്. എനിക്ക് 2 ജ്യേഷ്ഠന്മാരും ഒരു പെങ്ങളും. അതിൽ മൂത്ത ചേട്ടൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. രണ്ടാമത്തെ ജ്യേഷ്ഠനാണ് തറവാട്ടിലുള്ളത്. ഇപ്പം അമ്മച്ചിയും രണ്ടാമത്തെ ജ്യേഷ്ഠൻ്റെ കുടുംബവും. രണ്ടാമത്തെ ചേട്ടൻ്റെ പേര് ബിനോയ് ജോസഫ്. അപ്പോൾ നോബിൾ ചേട്ടനും ഞാൻ ആദ്യം സംഗീതം കണ്ടുപഠിക്കുന്നത് എൻ്റെ ചേട്ടനെ നോക്കിയിട്ടാണ്. ചേട്ടൻ്റെ പാട്ടുകൾ പലതും ഇങ്ങനെ മുറിക്കാത്തിരുന്നും പിന്നെ പ്രൊഫഷണലായിട്ട് മറ്റ് ഗ്രൂപ്പുകളിലൊക്കെ കൂടെ പാടുന്നു. പിന്നെ അധ്യാപനത്തിൻ്റെ ഒരു മേഖലയിലേക്ക് കടന്നതിന് ശേഷം അദ്ദേഹം സംഗീതത്തിൻ്റെ ആ ഒരു മേഖലയിൽ നിന്ന് പതുക്കെ വിട്ടു. ഇപ്പൊ പതുക്കെ വീണ്ടും ആക്റ്റീവ് ആണെന്ന്. പെങ്ങളുടെ പേര് ലീന. ചേച്ചി പാലായിലാണ്. അച്ഛാ, ദൈവവിളിയെ പറ്റിയൊക്കെ എങ്ങനെയാ അച്ഛാ ഒരു അച്ഛനാകാനായിട്ട് മുതലാണ്? അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് എൻ്റെ അപ്പനാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ ആ അപ്പനെ കണ്ടിട്ടാണ് എനിക്ക് പള്ളിയിലേക്ക് പോകണം, അച്ഛനാവണം എന്നൊക്കെ ഒരു താല്പര്യം തോന്നി. കാരണം വൈദികരോടും സഭയോടും എൻ്റെ അപ്പൻ കാണിച്ചിരുന്ന ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. ഒരു അച്ഛൻ വന്നു കഴിയുമ്പോൾ അത്രമേൽ ബഹുമാനം കാണിച്ചിരുന്നു. കാരണം അത് കർത്താവിൻ്റെ പുരോഹിതനാണെന്ന് അപ്പൻ അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബഹുമാനം ഞാനും പലപ്പോഴും എന്തുകൊണ്ടാണ് അപ്പൻ എങ്ങനെ ഒരു അച്ഛനെ കണ്ടപ്പോൾ പെട്ടെന്ന് മുണ്ട് താത്തിയിടും, കുനിഞ്ഞ് ആചാരം ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഒരു ബഹുമാനം എന്നെ ഒത്തിരി ആകർഷിച്ചു. എന്നെ പൗരോഹിത്യത്തിലേക്കുള്ള എൻ്റെ നടപ്പിന് ഏറ്റവും ആദ്യം എന്നെ കൈപിടിച്ച് നടത്തിയത് അപ്പൻ തന്നെയാണ്. തീർച്ചയായിട്ടും അമ്മച്ചിയുടെ പ്രാർത്ഥനയുണ്ട്. അങ്ങനെ ഞാൻ ആക്ച്വലി നമുക്കിങ്ങനെ വേറെ ചിന്തകൾ 10ാം ക്ലാസ്സൊക്കെ പാസ്സായി, പ്രത്യേകിച്ച് നമുക്ക് 10 കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി 9ാം ക്ലാസ് കഴിഞ്ഞ് 10ലൊക്കെ അത്യാവശ്യം നല്ല മാർക്കോടുകൂടി പാസ്സായിട്ട് ഇങ്ങനെ ഇരിക്കും. നമുക്ക് വേറെ ചിന്തകളൊന്നുമില്ല, കോളേജിൽ പോകണം അങ്ങനെയൊന്നുമില്ല, സെമിനാരിൽ പോകണം. സെമിനാരിൽ ചേരാനുള്ള തീരുമാനം എടുത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ലൂക്ക് ഞരളക്കാട്ടച്ചനാണ് എൻ്റെ ഇടവകാരി. അപ്പം ഞാൻ സെമിനാരി പോകുന്ന അച്ഛനറിയാം. അപ്പോൾ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, എടാ അപ്പം നീ സെമിനാരിൽ ക്യാമ്പിന് പോകണം കേട്ടോ, ഇതാണ് നിന്റെ ലെറ്റർ. എൻ്റെ ഇടവകയിൽ നിന്നുള്ള വികാരിച്ചിൻ്റെ ലെറ്റർ വേണമല്ലോ ക്യാമ്പിന് പോകാൻ. അപ്പം അച്ഛൻ എനിക്ക് ലെറ്റർ തന്നു. അപ്പോൾ അങ്ങനെ ലെറ്റർ ഇങ്ങനെ തന്നിട്ട് ഞാൻ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ നമുക്ക് കേരളം മുഴുവനും ഒരുപക്ഷെ ക്രിസ്ത്യാനികൾ അറിയത്തില്ലാത്ത ആൾക്കാരില്ല. ഫാദർ റോബി കണ്ണഞ്ചർമാർ, ഈ 2 പേരും എൻ്റെ ഇടവകയിൽ, കോടിക്കുളം ഇടവകയിൽ, ഒരാൾ ഡീക്കനായിട്ടും ഒരാൾ വികാരി കൊച്ചച്ഛനുമായിട്ടും ഉണ്ടായിരുന്നു പട്ടം കിട്ടിയ ആദ്യ കാലഘട്ടങ്ങളിൽ. അപ്പം അതിൽ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചു, നീ സെമിനാരിൽ പോകണല്ലേ, ഒന്ന് എന്നെ പള്ളിക്ക് ചുറ്റും നടത്തി പറഞ്ഞു, ആദ്യം CMAയുടെ ക്യാമ്പാണ്, അതിന് പൊക്കോ. അങ്ങനെ അത് ഇടവകയുടെ ലെറ്റർ ആയിരുന്നു. അല്ല, എന്നിട്ട് റോയിച്ചനോട് പറഞ്ഞു, നീ ആ ക്യാമ്പിന് ആദ്യം പൊക്കണം പറഞ്ഞു. പിന്നെ 2ാമത്തെ ക്യാമ്പ് നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നീ പൊക്കോ, എനിക്ക് ചോയ്സ് തന്നു. ഞാൻ ആദ്യം CMA സഭയുടെ ക്യാമ്പിന് പോയി.
പിന്നെ മറ്റേ ക്യാമ്പിന് ഞാൻ പോയില്ല. അത് കമ്മാൻസി എന്നാണല്ലോ, അത് നമ്മുടെ ഒരു താല്പര്യമാണല്ലോ. അങ്ങനെയാണ് നമ്മൾ CMI ചെയ്യുന്നത്. നമുക്കന്ന് CMI ഏതാണ് ഡയസിസ് ഏതാണെന്ന് പോലും ഡിഫറൻസ് അറിയത്തില്ലാത്തൊരു കാലഘട്ടമാണ്. പക്ഷെ അങ്ങനെ ഒരുപക്ഷെ ദൈവ നിയോഗമായിരിക്കും ഉറപ്പായിട്ടും നമ്മൾ അങ്ങനെ. പക്ഷേ ലൂക്കച്ചൻ അത് നന്നായിട്ട് എടുത്തോട്ടെ. തിരിച്ച് ക്യാമ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ നീ സെമിനാരി CMI പോയല്ലോടാ. അങ്ങനെ രസകരമായിരുന്നു ആ ഒരു ക്യാമ്പും അതിനുശേഷമുള്ള CMI ഫോർമേഷൻ. സെമിനാരി റെക്ടർ ഫൗസ്റ്റിൻ കാഞ്ഞിരക്കൊമ്പിലച്ഛനായിരുന്നു ഞങ്ങളുടെ അച്ഛൻ. ഇപ്പോൾ ഇല്ല, അച്ഛൻ മരിച്ചുപോയി. എനിക്ക് തോന്നുന്നു സഭയിലൊക്കെ ഫോർമേഷൻ ഫീൽഡിലൊക്കെ അച്ഛന് നല്ലൊരു സപ്പോർട്ട് നമ്മുടെ ഗുരുനാഥ അച്ഛന്മാരെല്ലാം തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ അത് വേറൊരു കാര്യം ഓർക്കുന്നത്, ഞാൻ ആദ്യം എൻ്റെ ചേട്ടൻ മ്യൂസിക് പഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്കൂളുണ്ട് തൊടുപുഴ, നോബിളിയേട്ടൻ. ഫോർച്ചുനേറ്റ്ലി നോബിളിയേട്ടൻ പുള്ളിയുടെ 8 വർഷത്തോളം ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്. തൊടുപുഴ നാദോപാസന എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പുള്ളി പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവിടെ തന്നെ ഞാനും എന്നെയും അപ്പൻ കൊണ്ട് ചേർത്തു സംഗീതം പഠിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാനതിൻ്റെ ഡയറക്ടറാണ്. അതാണ് എൻ്റെ ഒരു ഭയങ്കര സർപ്രൈസ് എന്ന് പറഞ്ഞാല് ഇന്ന് അതിന്റെ ഡയറക്ടർ നാദോപാസന എന്ന തൊടുപുഴയിലെ അത്രമേൽ വിശേഷമായ ആ സംഗീത അക്കാദമിയുടെ എനിക്ക് തോന്നുന്നു ആ സ്ഥാപനങ്ങളുടെ ഒക്കെ ഡയറക്ടേഴ്സിനായിട്ട് അവിടെ നമുക്ക് തൊടുപുഴ നാദോപാസനയുണ്ട്, ഉപാസനയുണ്ട്. 38 വർഷം വഴക്കമുള്ള ഒരു സ്ഥാപനമുണ്ട് അത്, ഈ നാദോപാസന എന്ന് പറയുന്നത്. അനേകം മ്യൂസിഷ്യൻസ്. എനിക്ക് നാദോപാസനയുടെ അതിന്റെ വിശേഷം കാര്യമായിട്ട് നമുക്കൊന്ന് പറയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. അതിനു മുമ്പ് നമുക്ക് അച്ഛൻ്റെ ഒരു പാട്ടും കൂടി ഒന്ന് കേൾക്കണം. എനിക്കൊരു പാട്ടും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം അച്ഛൻ ഡയറക്ടറായിട്ട് നിൽക്കുന്ന സ്ഥാപനത്തിന്റെ വിശേഷങ്ങൾ, അതിന്റെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി അച്ഛന്മാരുടെ ഒക്കെ കാര്യങ്ങൾ വിശേഷങ്ങൾ അറിയേണ്ടതുണ്ട്. തിരുമുഖമോർക്കുവാൻ കഴിയുകയില്ല എൻ കൃപയുടെ പീഠമേ, അവികല നന്മയായ നീ അരുളുക തവ വരമിനിയും. മിഴിനനയാതയാ തിരുമുഖമോർക്കുവാൻ കഴിയുകയില്ല എൻ കൃപയുടെ പീഠമേ, അവികല നന്മയായ നീ അരുളുക തവ വരമിനിയും. അലിവൊഴുകിടുവാനാ മുൾമുടിയണിയുന്നു, വെറുമൊരു പാപി എന്നെ നേടുവാൻ. മന്നിതിൻ ഭാരമേതുമേറ്റുവോ, അലിവൊഴുകിടുവാനായി മുൾമുടിയണിയുന്നു, വെറുമൊരു മന്നിതിൻ ഭാരമേതുമേറ്റുവോ. തിരുനിണധാരയിലൻ അഴലുകളാറ്റുമോ, കൃപമതിയനു നിമിഷവുമാ കരതണലിനിയുമേശുവേ. മിഴിനനയാതയാ തിരുമുഖമോർക്കുവാൻ കഴിയുകയില്ല എൻ കൃപയുടെ പീഠമേ, അവികല നന്മയായ നീ അരുളുക തവ വരമിനിയും.
നരദുരിതമതേതും തിരുമുറിവറിയുന്നു ചെറുതിരി നാളമെന്നിലാളുവാൻ ആത്മനിലാത്മതാപമേകി നീ നരദുരിതമതേതും തിരുമുറിവറിയുന്നു ചെറുതിരി നാളമെന്നിലാളുവാൻ ആത്മനിലാത്മതാപമേകി നീ പ്രിയജനമാക്കുവാൻ തിരുമനസാകുമോ കൃപമതി കരുണയൊഴുകുമാ തിരുഹിതമിനിയുമേശുവി മിഴിനനയാതയാ തിരുമുഖമോർക്കുവാൻ കഴിയുകയില്ല എൻ കൃപയുടെ പീഠമേ അവികല നന്മയായ നീ അരുളുക തവ വരമിനിയും. പ്രസിച്ച പറയാതിരിക്കാൻ വയ്യ, അത്രമേൽ സുന്ദരമായൊരു ഗാനം. അച്ഛൻ്റെ ഒരു പ്രത്യേകത, ദൈവം പ്രത്യേകം നൽകിയൊരു വരം എന്താണെന്നറിയോ? അച്ഛൻ അത്ര സുന്ദരമായൊരു ശബ്ദം നൽകിയിട്ടുണ്ട്. അച്ഛൻ്റെ ശബ്ദത്തിൻ്റെ ഞാൻ കണ്ടൊരു പ്രത്യേകത, നല്ല ഡെപ്ത് ഉണ്ട്, പക്ഷെ സോഫ്റ്റാണ്. അച്ഛൻ്റെ ബേസ് ടോൺ ആയിക്കോട്ടെ, ഹൈ ടോൺ ആയിക്കോട്ടെ, എന്ത് സുന്ദരമായിട്ട് അത് നമ്മൾ പോലും അറിയുന്നില്ല, ആ ഒഴുകി പോകുന്ന രീതിയിൽ നല്ല ഹൃദ്യമായിട്ടുള്ളൊരു ഗാനം. ഈ ഗാനത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഇത് ആക്ച്വലി പെട്ടെന്ന് പിറന്ന ഒരു പാട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാനിങ്ങനെ എൻ്റെ മുറിയിൽ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ സാധകം ചെയ്യുന്നൊരു മുറിയുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് പിയാനോയിലും കീബോർഡിലും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിൽ തോന്നിയ ഒരു ട്യൂൺ ഞാനങ്ങ് ഇട്ടു. ഞാനത് മനസ്സിൽ വന്ന ട്യൂൺ ഞാൻ തരതര എന്ന് പറഞ്ഞ് പാടി അങ്ങ് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എനിക്ക് അറിയാവുന്നൊരു സുഹൃത്ത്, ഒരു ഫ്രാങ്ക്ലിൻ പണൂർ എന്ന് പറഞ്ഞ, അദ്ദേഹം ഇപ്പോൾ പാലയിൽ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യാണ്. അദ്ദേഹം ഒരു നല്ല ലിറിസിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ലിറിക്സാണത്. നമുക്കറിയാം, വരികളിലൂടെ നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ എത്ര ഡെപ്താണെന്നറിയാം വരികൾക്ക്. ഫ്രാങ്ക്ലിൻ എഴുത്ത് നിർത്തിക്കരുത്, തിരക്കൊക്കെ പിടിച്ച് ജോലിക്കിടയിൽ എഴുത്ത് നിർത്തരുത്, അത്രമേൽ സുന്ദരം കേട്ടോ. അദ്ദേഹം നല്ലൊരു ലിറിസിസ്റ്റാണ്. ഞാൻ അതിനുശേഷം പലതും പരീക്ഷിച്ചു, ഇങ്ങനെ ട്യൂൺ ഇട്ടിട്ട് അദ്ദേഹം ലിറിക്സ് എഴുതി അസാധ്യമായിട്ട് അദ്ദേഹം എഴുതി തരും. അച്ഛൻ നമുക്ക് ഇപ്പോൾ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ പഠിച്ച, അച്ഛൻ്റെ ജ്യേഷ്ഠൻ പഠിച്ച, അപ്പച്ചനുമൊക്കെ അത്ര പ്രിയപ്പെട്ട ഒരു കാലത്ത് എല്ലാവരും തന്നെ പോയിരുന്ന, ഇന്നും CMI സഭയുടെ എനിക്ക് ഏറ്റവും തിരക്കുള്ള അഭിമാനമായിട്ട് കാണുന്ന ഉപാസന, നാദോപാസന അച്ഛൻ പഠിച്ചാണ്. ഇന്ന് അതിൻ്റെ ഡയറക്ടർസിനും കൂടിയാണ്. അവിടുത്തെ വിശേഷങ്ങളും അതിൻ്റെ ഒരു മനോഹരമായ ചരിത്രമുണ്ടല്ലോ, പ്രിയപ്പെട്ട അച്ഛന്മാരുടെയൊക്കെ ത്യാഗത്തിൻ്റെ, അവരുടെ ഒരു വലിയൊരു വിഷനും കൂടിയാണ് അത്. അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറയണം അച്ഛൻ. ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാണ്, ഞാനിപ്പോൾ ഇരിക്കുന്ന നാദോപാസന എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ ഒരു ചെയർ അലങ്കരിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് യോഗ്യതയില്ല. കാരണം ഭയങ്കര പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ഇരുന്ന് കടന്നു പോയിട്ടുള്ള ഒരു സ്ഥലമാണ് അത്. നമ്മളെല്ലാവരും കേരളം മുഴുവൻ ആദരിക്കപ്പെടുന്ന ഒരു സംഗീതജ്ഞനാണ് ഫാദർ ആന്റണി ഉരുളിയാനിക്കൽ CMI. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ എത്രയോ പാട്ടുകൾ ഇന്ന് പള്ളികളിലും ഒക്കെ പാടുന്നുണ്ട്. മനോഹരമായ അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട്, ഞാൻ നാദോപാസന ആദ്യം ചേരുമ്പോൾ പാട്ടൊന്നും രണ്ടും മെൻഷൻ ചെയ്യണം, നല്ലതാണ്. കുർബാന സീനത്തിന്റെയും എൻട്രൻസ് സോങ്ങും ഒക്കെ, ദേവാലയം മണി മുഴങ്ങി, അതുപോലെ തന്നെ സുവിശേഷ ഗീതികൾ പാടാൻ ഒരുപാട് പാട്ടുകൾ, തൃക്കൈകളിൽ പൂജ്യപാദങ്ങൾ, അദ്ദേഹത്തിന്റെ ഒരു അസാധ്യമായ ഗാനമാണ്. അതൊക്കെ അദ്ദേഹം ട്യൂൺ ചെയ്ത്. അപ്പോൾ അച്ഛൻ ഒരുപാട് ഗാനങ്ങൾ അങ്ങനെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ആ ഒരു 80 കാലഘട്ടങ്ങളിൽ ഒരു ഗോൾഡൻ പീരീഡ് ആയിരുന്നു അന്ന് 80. അപ്പോൾ അത് കാസറ്റിന്റെ സമയം. നമുക്കറിയാം, ഇന്ന് അത് കാസറ്റ് എന്ന് പറയുന്ന സംഭവം പോയി. കാസറ്റ് ഇറങ്ങിയിട്ട് അവിടെ CD വന്നു, CD വന്നിട്ട് പിന്നെ പെൻഡ്രൈവ് വന്നു, പിന്നീട് ഇപ്പോൾ സോഷ്യൽ മീഡിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരുപാട് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയ, അദ്ദേഹത്തിൻ്റെ കരങ്ങളിലൂടെ ഒഴുകിയിറങ്ങിയ 38 വർഷം പഴക്കമുള്ള ഒരു ഹാർമോണിയം ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. ആ ഹാർമോണിയത്തിലാണ് ഞാനും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ലെഗസിയാണത്, തിരിശേഷിപ്പ് പോലെ പൂജ്യമായ നല്ലൊരു, അത് അച്ഛന്മാർ അത് വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിത് ആ ഒരു ലെഗസി കീപ്പ് ചെയ്യുന്നു. അപ്പം അങ്ങനെ ആ നാദോപാസന ശരിക്കും പറഞ്ഞാൽ ആദ്യം ഉത്ഭവിച്ചത് ഉപാസന എന്ന് പറയുന്ന ഫാദർ ആൽബർട്ട് നമ്പ്യാപറമ്പിൽ CMI. അത് നമ്മുടെ സഭ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു ഫിലോസഫർ ആയിരുന്നു. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്.
അപ്പോൾ അദ്ദേഹം ഒരു ഇന്റർ റിലീജിയസ് ഡയലോഗിൻ്റെ ഒരാളായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഉപാസന എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തൊടുപുഴയിൽ വിഭാവനം ചെയ്യുന്നത്. അതിനുശേഷം അത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഫാദർ ജോസഫ് പാലക്കൽ CMI കളമശ്ശേരി പ്രൊവിൻസിലുള്ള ഒരു അച്ഛനാണ്. അച്ഛനിപ്പോൾ അമേരിക്കയിലാണ്. അച്ഛൻ്റെ വിഷനാണ് ഈ നാദോപാസന. അച്ഛനും ആൽബർട്ട് നമ്മയോറമ്പിലും അച്ഛൻ തുടങ്ങി ഇമ്മീഡിയറ്റ്ലി 1 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ആന്റണി ഉള്ളിയാനിക്കൽ അച്ഛൻ ഒരു ട്രയോ ആയിരുന്നു, ഒരു ട്രിനിറ്റേറിയൻ യൂണിറ്റി എന്ന് പറയുന്ന പോലെ ആ കോമ്പിനേഷൻ ഒരു ഭയങ്കര ഒരു കോമ്പിനേഷൻ ആയിരുന്നു. ആ കാലഘട്ടങ്ങളിലാണ് നാദോപാസനയുടെ ഗോൾഡൻ പീരീഡ് ആയിരുന്നു. ആ സമയത്ത് പാട്ടുകൾ നമുക്ക് പള്ളിയിൽ പാടാൻ പറ്റുന്ന പാട്ടുകളൊക്കെ വളരെ വിരളമായിരുന്ന സമയത്ത് അനേകം കാതലുള്ള നല്ല ട്യൂണുള്ള നല്ല കേട്ടാൽ നമ്മൾ ഒരിക്കലും മറക്കാത്ത പാട്ടുകൾ ഇറങ്ങിയ ഒരു സമയം. നാദോപാസന ഉപാസന രണ്ടും ബ്രദർ സിസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഡയറക്ടേഴ്സിനായിട്ട് ഒത്തിരി ചെയ്യാൻ പറ്റും. അച്ഛനെ എളുപ്പം കൊണ്ട് അങ്ങനെ പറഞ്ഞാണെങ്കിൽ അച്ഛനെ കറക്റ്റ് ആപ്റ്റ് പേഴ്സണെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, സഭ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അച്ഛനോട് ഇനി ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇതിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. പക്ഷേ ഈ എപ്പിസോഡ് ഇവിടെ നമ്മൾ തീർക്കാൻ പോവുകയാണ്. ആ സമയത്ത് നമ്മൾ ഒരുമിച്ച് ഈ ക്രിസ്മസിന് പാടിയ ഒരു പാട്ടുണ്ട്. ക്രിസ്മസ് കാലം ഓർമ്മതൻ സമയം, സ്നേഹത്തിൻ ഗീതികളുണരും കാലം. ക്രിസ്മസ് കാലം ഓർമ്മതൻ സമയം, സ്നേഹത്തിൻ ഗീതികളുണരും കാലം. തണുത്ത സ്നേഹം ചൂടുള്ളതാക്കാൻ ദൈവസ്നേഹം ഓർക്കും കാലം. തണുത്ത സ്നേഹം ചൂടുള്ളതാക്കാൻ ദൈവസ്നേഹം ഓർക്കും കാലം. ക്രിസ്മസ് കാലം ഓർമ്മതൻ സമയം, സ്നേഹത്തിൻ ഗീതികൾ ഉണരും കാലം. മഹത്വം ദൈവത്തിനെന്നും നന്മ മനസ്സിന് ഭൂമി ശാന്തി. മഹത്വം ദൈവത്തിനെന്നും നന്മ മനസ്സിന് ഭൂമി ശാന്തി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നക്ഷത്ര കണ്ണുകൾ ഇരുളിൽ വിളക്കായി വഴി തെളിക്കും. എന്നും ചിമ്മുന്ന നക്ഷത്ര കണ്ണുകൾ ഇരുളിൽ വിളക്കായി വഴി തെളിക്കും. ആ തെളിഞ്ഞ നക്ഷത്രം നോക്കി നടക്കാം, പുൽക്കൂട്ടിലെത്താം, ഉണ്ണിയെ വന്ദിക്കാം, വാഴ്ത്താം, വാഴ്ത്തിപ്പാടിടാം. ദൈവത്തിൻ സ്നേഹം എത്ര മനോജ്ഞം. ദൈവത്തിനെന്നും നന്മ മനസ്സിന് ഭൂമി ശാന്തി. മഹത്വം ദൈവത്തിനെന്നും നന്മ മനസ്സിന് ഭൂമി ശാന്തി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹെവൻലി മെലഡീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. പ്രിൻസ് അച്ഛൻ്റെ കൂടുതൽ സുന്ദരമായ, അദ്ദേഹം സംഗീതം നൽകിയ അദ്ദേഹത്തിൻ്റെ സുന്ദരമായ ശബ്ദത്തിലുള്ള കൂടുതൽ പാട്ടുകൾ വരുന്ന എപ്പിസോഡിൽ നമുക്ക് കേൾക്കാനുണ്ട്. അതുമാത്രമല്ല, വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട്. പുൽക്കൂടുണ്ടാക്കിയ ചില ആ സമയത്തുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, വളരെ രസകരമായിട്ട് കാര്യങ്ങളുണ്ട്. അത് വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. ആ വിശേഷങ്ങളൊക്കെ വളരെ രസകരമായിട്ടുള്ള വിശേഷങ്ങളാണ്. വരുന്ന എപ്പിസോഡിൽ നമുക്കത് കാണാം. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ, ഹൃദയപൂർവ്വം
നന്ദി. മിഴിനനയാതെയാ തിരുമുഖമോർക്കുവാൻ കഴിയുകയില്ല എൻ കൃപയുടെ പീഠമേ. അവികല നന്മയായ നീ അരുളുക തവ വരമിനിയും. മിഴിനനയാതെയാ തിരുമുഖമോർക്കുവാൻ കഴിയുകയില്ല എൻ കൃപയുടെ പീഠമേ.